എല്ലാവർക്കും ഒരു ഹൈ പോയി ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമിന്റെ എപ്പിസോഡ് 206 ഓക്കെ പോയി എപ്പിസോഡിന്റെ ആദ്യം തന്നെ യാവോ ക്ലാൻ പിൽസ് ഗാദറിംഗ് പ്ലേസ് അവിടെ ആയിട്ട് ഒരുപാടധികം ആൽക്കമിസ്റ്റ് വന്നിട്ടുണ്ട്. അത് വേണേ സീനിയർ ഓക്കെ അവിടെ ഓരോ പ്ലേസിലായിട്ട് ഓരോരുത്തർ വന്ന് ഇരിക്കാനായിട്ട് തുടങ്ങി. കുറെ കുരുത്തം കേട്ട പിള്ളേര് കാണുമല്ലോ, അതേപോലെ ഓരോന്നൊക്കെ അടച്ച് നേരെ ചെന്ന് കയറിയതാകട്ടെ യാവോട്ടി എൻ്റെ അടുത്തേക്ക് അവൻ തൂക്കിയെടുത്ത് വഴക്ക് പറയുന്നു. ഇൻസ്റ്റയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരുത്തനെ പറപ്പിച്ച് വയലിലോട്ട് എറിയുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇതാണ്ട് ഓർമ്മ വന്നത്. എന്നാൽ മറ്റേ പെണ്ണ് യാവോലി ഇങ്ങനെ കണ്ടത് അവൻ വിട്ടു, അവനെ കളിയാക്കി വിടുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് ഷിയുവിന്റെ മാസ്റ്റർമാരുന്ന് അവനെ കണ്ട് യാവോട്ടി ഞാൻ എന്തോ പോലെ അവൻ്റെ നിന്നും നല്ലവണ്ണം അടി വാങ്ങിയതാണല്ലോ. അതിലെ ഓരോ ഒരുത്തൻ ഷിയോനെ വെൽക്കം ചെയ്യണം. അപ്പോഴാണ് യാവോ വാങ്, അങ്ങനെ പേരും മറന്നുപോയില്ല, യാവോ വാങ്ങൂ വന്നേ. അവര് 2 ഡേയ്സ് ആയിട്ട് അവിടെ മുഴുവൻ കറങ്ങി നടക്കുമായിരുന്നു. അവരോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയും അവരുടെ ഹോസ്പിറ്റാലിറ്റി അത് വളരെ നല്ലതായിരുന്നു. അവരോട് ഓണേഡ് ഗസ്റ്റ് സീറ്റിലോട്ട് ഇരിക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അവിടെ ഉള്ളവര് അത് എന്തോ കാരണത്താല് പുറത്താക്കിയ യാവച്ചനല്ലേ ഇപ്പോൾ യാവോ ക്ലാൻ റിക്രൂട്ട് ചെയ്യുന്നുണ്ടാകും. അത് യാവോട്ടിയന്റെ ഫാദർ അതിന് ഇഷ്ടമായില്ല. ആകണം യാവോലിങ്ങിനോട് അത് ഹെവൻലി ഡോമിൽ നിന്ന് പുറത്തു വന്ന് മറ്റൊരു ലെവലിലെത്തി ആരും വിചാരിച്ചില്ല. അവൾ അവനെ ഒന്ന് നോക്കുന്നുണ്ട്, എന്തോ കണ്ണിൽ പ്രണയം ഉദിച്ചതുപോലെ. തൊലി ശിവൻ മാസ്റ്ററിനോട് എന്ത് പീസ്ഫുള്ളാണ്. ഒരുപാടധികം ആൽക്കമിസ്റ്റ് അതൊരു ഓർഡിനറി ആയവർ വരെ വന്നിട്ടുണ്ട്. മാസ്റ്റർ അപ്പോൾ ഈ ഒരു പിൽസ് ഗാദറിംഗ് വളരെയധികം ഫേമസ് ആകാൻ കാരണം സെൻട്രൽ പ്ലേയിലെ പല ഭാഗത്തായിട്ട് ആൽക്കമിസ്റ്റിനുണ്ടായ പ്രാധാന്യം ഒന്നുകൊണ്ട് മാത്രമാണ്. പണ്ടുള്ള ആൽക്കമിസ്റ്റ് അവരുടെ ബ്ലഡ് ലൈൻ പവർ ഈ സെൻട്രൽ പ്ലേയിൽ ഉടനീളം ആക്കി. യാവോ ക്ലാനിലെ ഗോൾഡൻ എറ എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ആണ് പിൽസ് ഗാദറിംഗ് ഉണ്ടായത് തന്നെ. ഇത് 2 തരമാണ്. ഒന്ന് യാവോ ക്ലാനിലെ യങ്ങർ ജനറേഷൻ മത്സരിക്കുന്നത്, രണ്ടാമത് ട്രൂ ബാറ്റിൽ. യാവോ ക്ലാനിലെ മാത്രമല്ല മറ്റു ക്ലാനിലേക്ക് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്പർ 1 ആൽക്കമിസ്റ്റ് എന്ന ടൈറ്റില്. അതൊന്നും കാര്യമാക്കുന്നില്ല. ഞാൻ വന്നത് എൻ്റെ മാസ്റ്റർ പഠിപ്പിച്ചെന്നത് അവർക്ക് കാണിച്ചു കൊടുക്കാനാണ്. യാവോ ക്ലാനിലെ ഒരു ജീനിയസിനാണ് അവർ മിസ്സാക്കിയത് എന്ന് ഉറപ്പായി. അവളാണ് ക്ലാൻ ലീഡറിനെ വെൽക്കം ചെയ്ത് നോക്കുമ്പോൾ അവിടെ ഗോൾഡൻ കളറിൽ ഒരു സൂര്യനെ പോലെ ഒന്ന് ഉണ്ടായി വരികയാണ്. അവിടെ മുഴുവൻ അത് ആ ഗോൾഡൻ ലൈറ്റ് പരന്നു. ഒരു ഓൾഡ് മാൻ അങ്ങോട്ട് വരുന്നത്, അതാണ് യാവോ ക്ലാൻ ലീഡർ 7 സ്റ്റാർ ഡൗസൈൻ്റെ യാവോട്ടാൻ. മാസ്റ്ററും ഇതാണ് യാവോ ക്ലാൻ്റെ ലീഡർ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന അവരോട് ഇവിടെ ഗസ്റ്റായിട്ട് വന്നവർ യാവോ ക്ലാൻ മെമ്പേഴ്സ് വിന്നസ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയൊരു ഓപ്ഷനാണ്. ഇതാണ് യാവോ ക്ലാന് കിട്ടാൻ പോകുന്ന ബ്ലെസ്സിങ്. ഈ പിൽസ് ഗാദറിംഗ് വഴി അവർക്കറിയാവുന്ന ഐഡിയാസ്, സ്കില്ല്, എക്സ്ചേഞ്ച്, എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് ഷീവൻ. അപ്പോൾ ഇയാൾ ക്ലാൻ മെമ്പേഴ്സിനെ പോലെ അല്ലല്ലോ, നല്ല വ്യത്യാസമുണ്ട് സ്വഭാവത്തില്. മാസ്റ്റർ അപ്പോൾ യാവോ ക്ലാൻ നിലനിന്നത് ടാലന്റ് പ്രൈഡും കൊണ്ട് മാത്രമല്ല, ഇയാളുടെ സ്ട്രെങ്തും ആത്മവിശ്വാസം കൊണ്ടുകൂടിയാണ്. അങ്ങോട്ട് യാവോടാൻ വരുന്നു മാസ്റ്റർ പരിചയപ്പെടുന്നത്. അപ്പോൾ യാവോടെ മനസ്സിൽ യാവോച്ച നമ്മൾ നിന്നിൽ തെറ്റുപറ്റി പോയി. അപ്പോഴാണ് ഒരു വോയിസ് കേൾക്കുന്നത്, ഡേവോൾഡ് നീ വന്നു. അങ്ങോട്ട് ഒരാൾ വരുന്നു. അയാളെ കണ്ട് അവിടെ ഉള്ളവരെ അതിശയിച്ച് നിൽക്കുകയാണ്. കാരണം അതാണ് ഓൾഡ് ഷെങ്യാങ് എന്ന 6 സ്റ്റാർ ഡൗസൈൻ്റെ. മാസ്റ്റർ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് യാവോ ക്ലാനിലെ തന്നെ ഓൾഡസ്റ്റ് സീനിയർ ആൽക്കമിസ്റ്റ് ആണ്. ഷിയോനെ കണ്ട് അവനാ ആളിൽ റെസ്പെക്റ്റ് തോന്നിക്ക്. യാവോണന്റെ അടുത്ത് സംസാരിച്ച് ഷിയോനെ നോക്കി അവൻ്റെ നിന്ന് വരുന്ന സോൾ പവർ അത് ഫീൽ ചെയ്തു. പീക്ക് കെമറിയും ഓൾറെഡി ചെറിയ പ്രായത്തിൽ തന്നെ എത്തിയിരിക്കുന്നു. അവനും അയാളോട് ആരെന്ന് പറയുകയാണ്. യാവോഡൻ ഫസ്റ്റ് റൗണ്ട് പിൽസ് ഗാദറിംഗ് തുടങ്ങാൻ പോകുന്നു, എല്ലാവരും പോയി ഇരിക്കാനായിട്ട് പറഞ്ഞ് അയാൾ പോയി. എന്നിട്ട് ഒഫീഷ്യലായിട്ട് പിൽസ് ഗാദറിംഗ് സ്റ്റാർട്ടായത് അത് പറയുകയാണ്. അതിനുശേഷം ഫസ്റ്റ് റൗണ്ടിൽ എന്ന പോലെ അത് യങ്ങർ ജനറേഷനുള്ളതാണ് അവരുടെ ടാലന്റ് കാണിക്കാൻ. അതിനായിട്ട് യാവോ ക്ലാൻ ഉൾപ്പെടെ പല ആൾക്കാരെയും ഉണ്ട്. അങ്ങോട്ട് യാവോട്ട് ഞാൻ വരുമ്പോൾ അത് യങ്ങർ ജനറേഷനിലെ ബെസ്റ്റായ ആൾക്കമിസ്റ്റാണ് എന്നൊക്കെ ഒരു കൂട്ടര്. യാവോലിങ് വരുമ്പോൾ അവള് മറ്റൊരു കൂട്ടര്. അങ്ങനെ ഓരോ ആൾക്കാർ വരുമ്പോൾ അവരുടേതായ ഫാൻ ബേസ് അവിടെ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നത്. പില്ലറിന്റെ മുകളിൽ ഇരുന്നൊക്കെയാണ് കളി കാണുന്നത്. യാവോട്ടിയന്റെ അമ്മ അവിടെ വിളിച്ചു കൂവി പറയുകയാണ്. പിള്ളേരാകട്ടെ യാവോലിങ് അവളെയും പറയുന്നു. അങ്ങനെ മാച്ച് തുടങ്ങാൻ പോകുന്ന ഫർണൈസ് എടുക്കാനായിട്ട് പറഞ്ഞ് യാവോട്ടി അവന്റെ ടർട്ടിൽ എർത്താണല്ലേ ഹെവൻലി ഫ്ലെയിം അത് കാണിക്കൊണ്ട് പിന്നെ എല്ലാവരും ഫർണൈസ് എടുത്ത് അത് റെഡിയായി. അവർക്ക് വേണ്ട ഒരുപാട് ഹെർബൽസ് അവിടെ വരുന്നുണ്ട്. അതിൽ വളരെ റയറസ്റ്റ് ആയതുവരെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടതായിട്ട് മാത്രം എടുത്ത് റിഫൈൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തർ പയ്യെ കംപ്ലീറ്റ് ആക്കി വരികയാണ്. അങ്ങനെ കുറച്ച് ദിവസം കടന്നുപോയി. ഇതേ സമയം വെളിയിൽ അങ്ങോട്ട് ഫുട്പ്ലാനിൽ ഒരാൾ വരുന്നുണ്ട്. അയാളെ കയറ്റി വിടുന്നില്ല എന്ന് നോട്ടീസ് കാണിച്ചപ്പോൾ അയാളെ കയറ്റി വിട്ടു. ഇനിയിപ്പോൾ എത്ത് കാണിക്കാൻ എന്ന് പറഞ്ഞ അവരും അയാൾ ചിരിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറി പോകുന്നത്. അതിനുശേഷം അവിടെ ആകട്ടെ നായക്കളുടെ തണ്ടർ അത് വന്നിരുന്നു. അത് ഷീൽഡ് പോലെയുള്ളതൊക്കെ വെച്ച് തടഞ്ഞു. അങ്ങനെ അതിനൊരു അവസാനമായി എല്ലാവരും അവിടെ വന്നു നിൽക്കുന്നു. യാവോ വാഹു വന്നിട്ട് സ്പിരിച്വൽ പവർ യൂസ് ചെയ്ത് ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കുകയാണ്. അത് യാവോട്ടിന്റെ കയ്യിലുള്ള ടയറേറ്റ് നായക്കളയുടെ ലൈറ്റനിങ് പില്ലാണ്.
അത് മനസ്സിലാക്കിയിട്ട് തണ്ടർ ആണ് ലൈറ്റനിങ് എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. അത് പറയാണ് കേട്ടവടാ എൻ്റെ അമ്മ ചാടി സന്തോഷിക്കുന്ന യാവലിംഗ് ഹാപ്പിയാണ്, ഇവ സ്ട്രോങ് തന്നെയെന്ന്. ഷിയുവൻ സ്കൈമാൻ ചാലിയൻസിനെ തോൽപ്പിക്കാൻ ഇപ്പോഴും അവനെ കൊണ്ട് കഴിയില്ല. അവൻ ലെവൽ ടയർനബിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതും ബ്ലാക്ക് തണ്ടറിന് വരെ സമ്മോൺ ചെയ്യിപ്പിച്ചു എന്ന് പറയണം. അത് കേട്ടിട്ട് അത്ര ഇഷ്ടമായില്ല. യാവ വാങ്ഹു വരുന്നു. അപ്പോൾ യാവോട് അവരോട് റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞിട്ടു. അപ്പോൾ അവരെല്ലാവരും പോയപ്പോൾ അടുത്തതാണ് എല്ലാവരും കാത്തിരുന്ന പേസ് ഗാദറിംഗ് ഇവന്റ്. ജയിക്കുന്ന വിന്നറാണ് ഈ സെൻട്രൽ ഫ്ലൈയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൽക്കമിസ്റ്റ് ഇൻ ദ വേൾഡ്. അത് കേട്ട് വിളിക്കുക ഒരു ചിരി, അതിൻ്റെ സൗണ്ട്. അവർ നോക്കുമ്പോൾ അങ്ങോട്ട് ഫുഡ് ക്ലാനിലെ അയാൾ വരികയാണ്. അയാൾ അവിടെ മുഴുവൻ ഒരു കോലാഹലം തന്നെ സൃഷ്ടിച്ചു എന്ന് കാണാം. ഇത്രയും വലിയ ഓപ്ഷൻ നടക്കുമ്പോൾ നമ്മുടെ ഫുഡ് ക്ലാനിനെ എങ്ങനെ വരാതിരിക്കും എന്ന് പറഞ്ഞു വരുന്നു. ഫുഡ് ക്ലാൻ മെമ്പറിനെ കണ്ട് അവിടെ ഉള്ളവരെ ഞെട്ടി. അതുപോലെ ദേശീയും ഹുൻസോൻഷി തെറ്റിപ്പോയി ഹുൻഷോസി എന്ന സിസ്റ്റർ ഡൗസൻ്റാണ് അയാൾ. മാസ്റ്റർ അയാളെ പറ്റി പറയുന്നുണ്ട്. സ്മാൾ പിൽസ് പഗോഡയിൽ ഒരു പ്രാവശ്യം സ്കില്ല് ടെക്നിക്ക് സ്റ്റീൽ ചെയ്യാൻ നോക്കി അവിടെ ഉള്ളവരെ ചതിച്ചു. പോകുന്ന വഴി മാസ്റ്ററിനെ അവൻ്റെ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്ത് അന്നാണ് അവിടെ നിന്ന് പോയി. അതിന് ശേഷമാണ് ഹുൻ ക്ലാന് വേണ്ടി വർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഇയാളും സ്മാൾ പിൽസ് പഗോഡയിലെ ഒരാളായിരുന്നു, മെമ്പറായിരുന്നു. അത് ഹയസ്റ്റ് പൊസിഷനിൽ ഹുൻമേശങ്ങിന് ഇയാളിൽ വെച്ച് കമ്പയർ പോലും ചെയ്യാൻ കഴിയില്ല. എത്രയൊക്കെ ടോപ്പിലാണ് ഇയാൾ നിൽക്കുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാൻ അയാൾ എന്ത് രീതിയിൽ മാറിയെന്ന്. അവിടെയുള്ള യാവോട്ടിയാൻ്റെ അമ്മ ഹുൻ ക്ലാൻ എന്ത് ധൈര്യമുണ്ട് ഇവിടെ വരാൻ, ഇന്ന് ഇവിടെ ഇവനിവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മറ്റേ ആൾ ഹുൻ ക്ലാനിലെ ഒരുപാട് പേരുടെ സോള് അത് ആൽക്കമിസ്റ്റുകാരുടെ ഉൾപ്പെടെ കൊണ്ടുപോയി. അതിന് എന്ത് ന്യായീകരണമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറഞ്ഞ് ദേഷ്യം, എന്ത് ധൈര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവർ വന്നു. അപ്പോൾ എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നില്ലേ, നിനക്ക് എങ്ങനെ ഇവിടെ വരാൻ കഴിഞ്ഞു എന്നത് ചോദിക്കുക. ഞാൻ ലീഗലായ രീതിയിൽ തന്നെയാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഇൻവിറ്റേഷൻ അത് കാണിച്ചു കൊടുത്തു. അത് ആര് വഴിയാണ് കിട്ടിയത് എന്നത് മനസ്സിലാക്കാമല്ലോ. യാവ ക്ലാൻ ഹുൻ ക്ലാനെ സസ്പീഷ്യസ് ആയിട്ട് കാണുന്നുണ്ട്. ആ ഏൻഷ്യന്റ് ക്ലാനിൽ നടന്നത് എന്ന് യാവോൻഹു പറയേ, അതിലെനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്നത്. ഏൻഷ്യന്റ് ക്ലാനുമായിട്ടുള്ള ഒരു അഫെയർ ഞാൻ മൈൻഡ് പോലും ആക്കിയിട്ടില്ല. ആ വൺ ഓഫ് ദ ബെസ്റ്റ് ആൽക്കമിസ്റ്റ് അതിൻ്റെ ടൈറ്റിൽ അതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത് എന്നൊക്കെ അയാൾ കൂളായിട്ട് പറയാണ്. ഒരു കാര്യം ചെയ്യ്, ആ ടൈറ്റിലിങ് എനിക്ക് ഞാൻ വയ്ക്കോളാം, അതിനത് അങ്ങനെ എടുത്തു തരാൻ പറ്റുന്ന ഒന്നൊന്നുമല്ല എന്ന് പറയാണ്. എന്താ യാവ ക്ലാന് പേടിയാണോ എന്ന് പറയേ. അവൻ അറ്റാക്കിന് എന്താ പോലെ റെഡിയായി നൽകുന്നു. നിന്റെ ഇഷ്ടത്തിന് ഇവിടെ വന്നിട്ട് പോകാമെന്ന് കരുതിയോ. അവളാണ് യാവോടെ നിർത്ത്, യാവ ക്ലാൻ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ ഹുൻ ക്ലാന് ചേരാം. മറ്റുള്ളവരെ പോലെ തന്നെ ഒന്നാമത്തെ ആൽക്കമിസ്റ്റ് ടൈറ്റിൽ അത് യാവ ക്ലാൻ തരുന്നതല്ല. പിന്നെ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിനക്ക് ചേർന്ന് അത് സ്വന്തമാക്കാം, നിന്നെ ഇവിടെ ആരും തടയില്ല. അവനോട് പറയുന്നുണ്ട് യാവ ക്ലാൻ റൂള് ഫോളോ ചെയ്താൽ നിനക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ നിന്റെ തലയായിരിക്കും ഹുൻ ക്ലാനിൽ പോവുക. അതായിട്ട് വാൻഹു ചോദിയായി. ഇപ്പൊ അവനെ നമ്മൾ തടഞ്ഞ യാവ ക്ലാൻ ഹുൻ ക്ലാനിന്റെ ആൽക്കമിസ്റ്റിനെ പേടിയാണെന്ന് കരുതും. അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളെ, എൻ്റെ ഒരു കണ്ണ് അവന്റെ മേലുണ്ടാകും. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, നിനക്ക് നേരിടാൻ പോകുന്നത് യാവ ഷെങ്യാങ്, യാവ വാഹു, പിന്നെ ഹുൻഷുസി എന്ന് മാസ്റ്റർ ഷിയോനോട് പറയാണ്. അല്ല ആര് യാവജനോ അടുത്തത് ഇരിക്കുന്നതെങ്കിൽ ഷിയോനെ കൊല്ലേ. നിന്റെ ഡിസിപ്ലിന്റെ പേര് ഞാൻ ഹുൻറിയമിലെ ഒക്കെ പോലെ കേട്ടിരുന്നു. മാസ്റ്റർ ഇപ്പോൾ ഹുൻഷുസി ആരുമായിട്ടാണ് നീ കമ്പയർ ചെയ്യുന്നത് മറന്നു. സ്വന്തം മാസ്റ്ററിനെ തന്നെ ആർസിസ്റ്ററിനെ ചതിച്ചവൻ. അതിന് യാവജനോട് നീ ഒരു കാര്യം മറന്നു, നിന്നെ കൊന്നത് നിന്റെ ഡിസിപ്ലിൻ തന്നെയാണ്. എന്നിട്ട് ഹുൻറിയമിലെ നിന്റെ സോള് അതുകൊണ്ട് വന്നിരുന്നു. നിന്റെ ഈ ഡിസിപ്ലിൻ രക്ഷിക്കാൻ വരുമെന്ന് നീ ഉറക്കെ പറഞ്ഞ് കരഞ്ഞു തോർമ്മയുണ്ടോ, നിന്നെ എത്രമാത്രം ദ്രോഹിച്ചു തോർമ്മയുണ്ടോ, അതെല്ലാം ഞാൻ എൻജോയ് ചെയ്തിരുന്നു. എന്നാ നീ രക്ഷപ്പെട്ടു, കുഴപ്പമില്ല, എനിക്ക് ഇനിയും നിന്നെ പിടിക്കാം. എന്നാൽ ശിവനപ്പോണ്ട് നോർത്ത് കിങ് വഫറ്റിനെ വെച്ച അറ്റാക്ക് നിന്റെ മാസ്റ്ററിന്റെ മുൻപിൽ ശോണിക്കണം എന്ന് പറഞ്ഞിട്ട് ആ അറ്റാക്ക് തടയാനായിട്ട് നോക്കുന്നു. ശിവനപ്പോൾ ഒരു ദ്രോഹി എന്ത് ധൈര്യമുണ്ട് എൻ്റെ മാസ്റ്ററിന് പറയാം എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് യാവയുടെ അത് സ്റ്റോപ്പൊക്കെ നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണമെങ്കിൽ കോമ്പറ്റീഷൻ വഴി ആൽക്കമിസ്റ്റായിട്ട് അല്ലാതെ ഇവിടെ പറ്റൂല. അയാൾ ഞാൻ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, ഷിയോന് സോറി പറയാണ്. അതിനുശേഷം മെയിൻ ആയിട്ടുള്ള അത് തുടങ്ങി അങ്ങോട്ട് 4 പില്ലർ പോലെ ഉള്ളത് പൊങ്ങി വരാനായിട്ട് തുടങ്ങി. നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങോട്ട് മത്സരിക്കുന്നവർ വരാനായിട്ട് പറയുന്നു. നമ്പർ 1 ടൈറ്റില് അത് കൊള്ളാൻ എടുക്കും എന്ന് പറഞ്ഞ് കോൺഷ്യസ് വരുന്നു. അത് കൊടുക്കില്ല എന്ന് പറഞ്ഞ് യാവവാഹു വരുന്നു. അതുപോലെ യാവ ഷെങ്യാങ് വരുന്നു. ആ ടൈറ്റിൽ MD ആയാലും കുഴപ്പമില്ല, നിന്റെ പോലെയുള്ള ഓരോരുത്തൻ്റെ കയ്യിൽ അത് ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ അവരവിടെ റെഡിയായി. ഇനി ഒരാൾ കൂടി വരാൻ പറ്റും,
അവിടെ മത്സരിക്കുന്നില്ലേ അയാളെ ലീഡറാണ്, ഇതിൽ കൂടുതൽ ഇനി എന്തോ പ്രൂവ് ചെയ്യാന് എന്നൊക്കെ അവിടെ ഉള്ളവര് അവൾ ആരാ എന്ന് ചോദിക്കുക. ഷിയോനോ പിലിസ് ടവറിൽ നിന്ന് ടെക്നിക്ക് മോഷ്ടിച്ച കോൺഷ്യൂസ് ഉണ്ടല്ലോ, പിലിസ് ടവർ മെമ്പേഴ്സ് ഇപ്പോൾ സ്കൈമാൻ ചാലൻസ് ആയിട്ട് ജോയിൻ ചെയ്യും, അതുകൊണ്ട് തന്നെ അവരുടെ സൈഡിൽ നിന്നും ഞാൻ വരാം, കോൺഷ്യൂസ് നിന്റെ കയ്യിൽ നിന്ന് കുറച്ചെനിക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വന്നു നിൽക്കുവാണ് ആ ബെസ്റ്റ് ആൽക്കമിസ്റ്റ് അവരുടെ കൂടെ മത്സരിക്കാൻ പോകുന്നത് ഷിയോനും. അപ്പോൾ അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാവുന്ന അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.